أحسن قولا ممن دعا إلى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا. وقال النبي صلى الله عليه وسلم لا تطروني كما أطرت النصارى عيسى ابن مريم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് ശ്രദ്ധേയമായ ഒരു മാസമാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. റബീഉൽ അവ്വൽ അത്തരത്തിൽ മാത്രം വായിക്കപ്പെടുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചക ചരിത്രത്തോടുള്ള റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട നമ്മുടെ സമീപനം എന്താണ്, ഇസ്ലാമിക ചരിത്രത്തിന്റെ നിലപാടുകൾ എന്താണ്, കാഴ്ചപ്പാടുകൾ എന്താണ്, ഇത് ഒരിക്കൽ കൂടെ ഉണർത്താനും ഉത്ബോധനം നിർവഹിക്കുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. പുതിയതായിട്ട് ഒന്നും പറയാനില്ല. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. പ്രവാചകരെ താങ്കൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഉത്ബോധനം നിർവഹിച്ചു കൊണ്ടിരിക്കുക. അത് മുഅ്മിനീങ്ങൾക്ക് ഗുണം ചെയ്യും, വിശ്വാസികൾക്ക് അത് ഉപകാരമുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കൊണ്ട് ഒരു ഉണർത്തൽ മാത്രമാണ്. നമ്മളിൽ പലർക്കും അറിയാവുന്ന, ചിന്തിച്ച ചില കാര്യങ്ങൾ, അതിൽ കവിഞ്ഞ പ്രത്യേകിച്ചൊന്നുമില്ല. റബീഉൽ അവ്വലിനെ സംബന്ധിച്ച് പറയുന്നത് പ്രവാചക പ്രണയം പ്രകടിപ്പിക്കുവാനും അനുസ്മരിക്കുവാനുമുള്ള മാസം എന്നാണ്. പ്രവാചകനെ ഓർക്കാനും പ്രവാചകനെ പ്രണയിക്കുവാനും പ്രവാചകനെ അനുസ്മരിക്കുവാനും ഒരു മാസം. ലോകത്ത് ഒരുപാട് മനുഷ്യർ, പല ആചാര്യന്മാർ, ചരിത്ര പുരുഷന്മാർ, ശാസ്ത്രജ്ഞന്മാർ, ഭരണാധികാരികൾ, ദൈവങ്ങൾ, ആൾദൈവങ്ങൾ, ഇവരൊക്കെ ജനിക്കുകയും മരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കലണ്ടർ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ ആളുകളുടെ, ചരിത്ര പുരുഷന്മാരുടെ ജയന്തിയും സമാധിയും ആഘോഷിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. അതിന് അവധി നൽകാറുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്കൂളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമെല്ലാം അത്തരം ദിവസങ്ങൾ അവധി ലഭിക്കുന്നത് കൊണ്ടൊരു സന്തോഷമാണ്. അങ്ങനെ ലോകത്ത് ജനിക്കുകയും മരിക്കുകയും, മഹാരഥന്മാർ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ അവധി കൊടുക്കാൻ നിന്നാൽ കലണ്ടറിൽ എത്ര തീയതികൾ നമുക്ക് വെട്ടേണ്ടി വരും. എന്തിനാണ് ഈ അവധി നൽകപ്പെടുന്നത്? എന്തിനാണ് ഈ ജയന്തി ആഘോഷിക്കപ്പെടുന്നത്? എന്തിനാണ് ഈ സമാധികൾ ആചരിക്കപ്പെടുന്നത്? അവരെ അനുസ്മരിക്കാൻ എന്നാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ആചരിക്കപ്പെടുന്നത് ഗുരുവിന്റെ പഠനങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ ജീവിതം അനുസ്മരിക്കുവാനുള്ള ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സന്ദർഭം എന്ന രൂപത്തിലാണ്. ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്ത്യാനികൾ എന്തിനാണ് ക്രിസ്മസ് ആചരിക്കപ്പെടുന്നത്? യേശു ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കപ്പെടുകയും
പിന്തുടരപ്പെടുകയും ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേകമായ സന്ദർഭം എന്ന രൂപത്തിലാണ്. ഗാന്ധി ജയന്തി വരുമ്പോൾ ഗാന്ധിജിയെ പറ്റി പറയാറുണ്ട്, കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. പക്ഷെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തിനാണ് ഒരു ജയന്തി? എന്തിനാണ് ആ ജയന്തി ആഘോഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? ആ പ്രവാചകന്റെ മരണം ആചരിക്കപ്പെടേണ്ടതുണ്ടോ? ഏതെങ്കിലും ദിവസത്തിലേക്കോ മാസത്തിലേക്കോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കുവാനും പിന്തുടരപ്പെടുവാനും ഒതുക്കി കളയേണ്ടതുണ്ടോ? ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട്? ലോകത്ത് ഇത്രയധികം പിന്തുടരപ്പെടുകയും പഠിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരേ ഒരു വ്യക്തിത്വം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മസ്ജിദിലേക്ക് കയറി വരുമ്പോൾ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞ് വലത് കാൽ വെച്ചാണ് പ്രവേശിക്കുന്നത്. ആ വിശ്വാസിയോട് ചോദിക്കൂ, നിങ്ങൾ എന്തിനാണ്? നിങ്ങൾക്ക് ഇടത് കാൽ വെച്ച് കയറാമായിരുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥന നിർവഹിക്കാതെ കയറാമായിരുന്നു, എന്തിനാണ് അങ്ങനെ കയറിയത്? ആ വിശ്വാസി, ആ മുഅ്മിൻ പറയും, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചു. പള്ളി പിരിഞ്ഞ് വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും അവിടെയുമുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹ്. ഭക്ഷണം കഴിക്കുമ്പോൾ നാം പുലർത്തുന്ന അച്ചടക്കവും മര്യാദകളും ബിസ്മി പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് നാം ഭക്ഷണം കഴിക്കുന്നു, നഖം വെട്ടുന്നു, കുളിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും സ്പർശിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പ്രവാചകൻ എന്തിനാണ് ഒരു മാസം? എന്തിനാണ് ഒരു ആഘോഷം? എന്തിനാണ് ഒരു ദിവസം? ആവശ്യമില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇടമുറിയാതെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു നാമം മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ഈ ശബ്ദത്തിന് എവിടെയും ഒരു ഇടമുറിയൽ സംഭവിക്കാതെ, ലോകത്തിന്റെ ഏതോ ഭാഗത്ത് ഇന്ന് ഇവിടെ ബാങ്ക് കൊടുക്കാതിരിക്കുമ്പോ ഈ സമയത്ത് മറ്റെവിടെയോ ബാങ്ക് കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരോ ഒരാൾ നമസ്കരിക്കുമ്പോൾ ഈ ഹാളിന്റെ ഉള്ളിൽ തന്നെ, ഈ മസ്ജിദിന്റെ ഉള്ളിൽ തന്നെ എത്രയോ മുഅ്മിനീങ്ങൾ നമസ്കരിക്കുന്നു. അവരുടെ നമസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിൽ പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഒരു പ്രവാചകൻ ഒരു വിശ്വാസിയുടെ നമസ്കാരത്തിലൂടെ ജീവിക്കുന്നു. അതിനുശേഷം സ്വലാത്ത് നിർവഹിക്കുന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നു. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളുമായി കൃത്യം വ്യക്തം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് പ്രവാചകന് വേണ്ടി ഒരു റബീഉൽ അവ്വൽ? എന്തിനാണ് പ്രവാചകന് വേണ്ടി ഒരു ആഘോഷം? പ്രവാചകനെ അനുസ്മരിക്കുവാൻ ഒരു മാസത്തിന്റെയും ദിവസത്തിന്റെയും ആവശ്യം? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആവശ്യമില്ല. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്തുൽ ഇൻശിറാഹ്, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹറക വറഫഅനാ ലക ദിക്റക. അലം നശ്റഹ് ലക സദ്റക, പ്രവാചകരെ നാം താങ്കൾക്കായി വിശാലമാക്കി തന്നില്ലയോ സദ്റക, താങ്കളുടെ ഹൃദയത്തെ, വവളഅനാ അൻക വിസ്റക, താങ്കളിൽ നിന്ന് താങ്കളുടെ ഭാരം നാം എടുത്ത് താഴെ വെച്ചില്ലയോ, താങ്കളുടെ മുതുകിനെ പൊട്ടിക്കുന്ന ഒരു ഭാരം നാം എടുത്തു വെച്ച് തന്നില്ലയോ, താങ്കളുടെ സ്മരണയെ ലോകത്തിന്റെ മുമ്പിൽ നാം ഉയർത്തി വെച്ചില്ലയോ. ലോകത്ത് ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടുന്ന ഒരേ ഒരു സൃഷ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്.
ആ പ്രവാചകന്റെ ജീവിതം അനുധാവനം ചെയ്യുന്നതിലൂടെ, ആ പേര് പറയുന്നതിലൂടെ, ചർച്ച ചെയ്യപ്പെടുന്നതിലൂടെ, വിമർശകരിലൂടെ പോലും യേശു ക്രിസ്തുവിന്റെ കുടുംബജീവിതം ചർച്ച ചെയ്യുന്നുണ്ടോ? കാരണം അദ്ദേഹം വിവാഹിതനല്ലാത്ത യേശു ക്രിസ്തുവിന്റെ കുടുംബജീവിതം എങ്ങനെ ചർച്ച ചെയ്യും? ഭരണാധികാരി എന്ന രൂപത്തിൽ യേശു ക്രിസ്തു ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല, കാരണം അദ്ദേഹം ഭരണം നിർവഹിച്ചില്ല. എന്നാൽ എല്ലാ മേഖലകളുമായി സ്പർശിക്കപ്പെടും രീതിയിൽ ഒരു വ്യക്തിത്വം ചർച്ച ചെയ്യപ്പെടുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യക്തി ജീവിതം, സാമൂഹിക ജീവിതം, കുടുംബജീവിതം, സാമ്പത്തിക ഇടപാടുകൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, അധ്യാപനങ്ങൾ, വിശ്വാസങ്ങൾ, ആരാധനകൾ, സംസ്കാരങ്ങൾ, സമഗ്രമായി ലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. പ്രവാചകനെ നാം അറിയേണ്ടത് എങ്ങനെയാണ്? പ്രവാചകനെ നാം അറിയേണ്ടത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ട് അല്ല. റബീഉൽ അവ്വൽ, കഴിഞ്ഞ റബീഉൽ അവ്വലിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആവർത്തിക്കുന്നു, റബീഉൽ അവ്വലിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവം പ്രവാചകന്റെ ജനനമല്ല. അതിനേക്കാൾ വലിയ മറ്റു രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് പ്രവാചകന്റെ വഫാത്താണ്. പ്രവാചകന്റെ വഫാത്ത്, മരണം സംഭവിച്ച മാസം അത് റബീഉൽ അവ്വലാണ്, തർക്കമില്ല. പക്ഷെ റബീഉൽ അവ്വലിലാണോ പ്രവാചകൻ ജനിച്ചത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചരിത്രകാരന്മാർക്കിടയിൽ. പക്ഷെ പ്രവാചകൻ വഫാത്തായത് റബീഉൽ അവ്വലിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നബിദിനാഘോഷം എന്ന പേരിൽ, പ്രവാചക ജന്മദിനാഘോഷം എന്ന പേരിൽ റാലി നടത്തുമ്പോൾ, ആഘോഷ തിമർപ്പുകളിൽ ആറാടുമ്പോൾ നാം ആലോചിക്കേണ്ടത് ആ ആഘോഷങ്ങൾ നടത്തുന്ന സന്ദർഭത്തിലാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്, വഫാത്തായത്. ജനനവും മരണവും ഒരേ മാസം. വേണമെങ്കിൽ നമുക്ക് പറയാം ഒരേ ദിവസം, റബീഉൽ അവ്വൽ 12 തന്നെ. അങ്ങനെ പോലും പറയാൻ കഴിയും വിധം ആ ദിവസത്തെ ജനനത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചതിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? നാം ചർച്ച ചെയ്യുന്നു പ്രവാചകന്റെ ജന്മം റബീഉൽ അവ്വൽ, പ്രവാചകന്റെ വഫാത്ത് സംഭവിച്ചത് റബീഉൽ അവ്വലിൽ. അതിനേക്കാളും പ്രധാനപ്പെട്ട സംഭവമാണ് ഹിജ്റ. പ്രവാചകന്റെ ജനനത്തെക്കാളും പ്രവാചകന്റെ വഫാത്തിനേക്കാളും പ്രധാനപ്പെട്ട സംഭവമാണ് ഹിജ്റ. എന്തുകൊണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വാർഷികാടിസ്ഥാനത്തിലുള്ള കലണ്ടർ രൂപീകരണ ചർച്ചകൾ നടക്കുന്നു. പ്രവാചക ചരിത്രത്തിലെ ഒരു അധ്യായത്തെ ആധാരമാക്കിക്കൊണ്ട് നമുക്ക് ഒരു കലണ്ടർ രൂപീകരിക്കാം എന്നതായിരുന്നു. എന്താണ് ആ സംഭവം? ചില ആളുകൾ പലതും പറഞ്ഞു. ജനനം, മരണം, പ്രവാചകത്വം, ഹിജ്റയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഇന്ന് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എന്തെല്ലാം മേന്മകൾ, വിജയങ്ങൾ, വിപ്ലവങ്ങൾ, ചരിത്രത്തിന്റെ പിന്തുടർച്ചകൾ, പൈതൃകങ്ങൾ അവകാശപ്പെടാനുണ്ടോ, അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ഹിജ്റയാണ്. മക്കയിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്തതാണ്. ആ ചരിത്രത്തിന് അത്രമേൽ പ്രസക്തിയുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിന്റെ ഗതി നിർണയത്തിൽ കൃത്യമായ ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നത് പ്രവാചകന്റെ ഹിജ്റയാണ്. ആ ഹിജ്റ സംഭവിച്ചത് റബീഉൽ അവ്വലിലാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഹിജ്റ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റബീഉൽ അവ്വൽ, പ്രവാചകന്റെ ഹിജ്റ നടന്ന വർഷം ഇല്ല. ചർച്ച ചെയ്യും. ജന്മം കൊണ്ട് ജനിക്കുമ്പോൾ പ്രവാചകനല്ല. ജനിക്കുമ്പോൾ പ്രവാചകൻ അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായി ജനിക്കുന്നു. 40 വയസ്സ് വരെ പ്രവാചകനല്ല, പിന്തുടരപ്പെടേണ്ട പ്രവാചകനല്ല. അവരുടെ ഇടയിൽ, അവരുടെ സമൂഹത്തിൽ അവരോടൊപ്പം ജീവിച്ച ഒരു മനുഷ്യൻ, ആ വ്യക്തിത്വം 40ാമത്തെ വയസ്സിൽ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നു. എന്നാൽ ഈ 40 വയസ്സിന് ശേഷമുള്ള ചരിത്രം വേണ്ട രൂപത്തിൽ പഠിപ്പിക്കപ്പെടുകയോ അനുസ്മരിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യാറില്ല. പ്രവാചകനെ ചർച്ച ചെയ്ത് ആളുകൾ ഒരു ചില്ലുകൂട്ടിലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്.
ജനനവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളും പറഞ്ഞിട്ട് ജനനവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളും പറഞ്ഞിട്ട് തടാകങ്ങൾ വറ്റി വരണ്ടു എന്നും കിസ്രയുടെയും കൈസറിന്റെയും കോട്ടകൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമായി എന്നും വിഗ്രഹങ്ങൾ നിലംപരിശ എന്നും പറയുന്ന അത്ഭുത കഥകളിലൂടെ മാത്രം പ്രവാചകനെ ചിത്രീകരിച്ച് പ്രവാചകനെ കേവലം ഒരു സിദ്ധനായി മാത്രം അവതരിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിലുള്ളത്. അല്ല, അങ്ങനെയല്ല നാം പ്രവാചകനെ പഠിക്കേണ്ടത്. പ്രവാചക ജീവിതത്തിലൂടെയാണ്, അത്ഭുതങ്ങളിലൂടെയല്ല. അത്ഭുതങ്ങൾ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം, സംഭവിക്കാതിരിക്കാം. മക്കക്കാരായ ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ലൗ ശാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബിഹി ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഇത് സത്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ ചന്ദ്രൻ പിളർന്നു എന്ന് നോക്കിയിട്ടല്ല, ഇസ്രാഉം മിഅ്റാജും ആകാശാരോഹണം നടത്തി എന്നത് നോക്കിയിട്ടുമല്ല. ഇങ്ങനെ ഈ അത്ഭുതങ്ങളെ കേന്ദ്രീകരിച്ചല്ല നിങ്ങൾ എന്നെ മനസ്സിലാക്കേണ്ടത്. ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി. നിങ്ങളുടെ ഇടയിൽ എത്ര കാലഘട്ടമാണ് ഞാൻ ജീവിച്ചത്? 40 വയസ്സ് വരെ എന്നെ നിങ്ങൾക്ക് എന്നെയും കൃത്യമായി അറിയാമെന്നിരിക്കെ, നിങ്ങളിൽ ജീവിച്ചിരിക്കെ എന്റെ ജീവിതത്തിൽ നിന്നാണ് എന്റെ വ്യക്തിത്വത്തെ, എന്റെ ചരിത്രത്തെ പഠിക്കേണ്ടത്. ജനനവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ കൊണ്ടല്ല. അത് അംഗീകരിക്കണം, സ്ഥിരപ്പെട്ടത് അംഗീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ ഖുദ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അത് അംഗീകരിക്കണം, വിശ്വസിക്കണം. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായിക്കപ്പെടേണ്ടതും പ്രചരിപ്പിക്കപ്പെടേണ്ടതും കേവലമായ അത്തരത്തിലുള്ള അത്ഭുതങ്ങളിലൂടെയല്ല എന്നുള്ളതാണ്. ഒരിക്കൽ മക്കക്കാർ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നതാണ്, അതാണ് തുടക്കത്തിൽ ഓതി വെച്ചത്. വഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ. അത്ഭുതങ്ങൾ ചോദിച്ച് നിരന്തരം പ്രവാചകനെ ശല്യം ചെയ്യുന്ന ഒരു ശീലം മക്കക്കാർക്കുണ്ടായിരുന്നു. അത്ഭുതം കാണിക്കാൻ. മൂസാ നബി അലൈഹിസ്സലാമയുടെ വടി ഫിറഔൻ കണ്ടതാണല്ലോ പാമ്പാകുന്നത്. എന്നിട്ട് ഫിറഔൻ വിശ്വസിച്ചോ? ഇല്ല. വിശുദ്ധ ഖുർആൻ 9 ദൃഷ്ടാന്തങ്ങൾ പറയുന്നു. ഫിറഔനിന് ഈമാൻ പഠിപ്പിക്കുന്ന 9 അത്ഭുതങ്ങൾ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. കണ്ണുകൊണ്ട് കണ്ടു, അത്ഭുതം. വിശ്വസിച്ചോ? ഇല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുഖലോലുപനായി ജീവിക്കുന്നത് നമ്രൂദ് കണ്ടു. വിശ്വസിച്ചോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞു, ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ. ഞങ്ങൾ വിശ്വസിക്കാം. ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ. ഈ ഭൂമിയിൽ നിന്ന് ഒരു ഉറവ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തന്നെ, എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا. ഒന്ന് കാണട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു തോട്ടം കാണിച്ചു തന്നാൽ മതി, ഈന്തപ്പഴങ്ങളും മുന്തിരികളുമുള്ള ഒരു തോട്ടം, അതിന്റെ ഇടയിലൂടെ അരുവികൾ ഒഴുകുന്ന ഒരു തോട്ടം നീ നിർമ്മിച്ച് കാണിച്ചതാ, ഞങ്ങൾ വിശ്വസിക്കാം. അത്ഭുതം വിശ്വസിക്കാം. ഔ തുസ്ഖിത السماء كما زعمت علينا كسفا. ഞങ്ങളിലേക്ക് ആകാശമൊക്കെ ഇടിഞ്ഞു വീഴും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ പേടിപ്പിക്കുന്നുണ്ടല്ലോ. ഈ പേടിപ്പിക്കുന്നതൊക്കെ ഒന്ന് കാണിക്കേ, അപ്പൊ ഞങ്ങൾ വിശ്വസിക്കാം. നീ പറയുന്ന അള്ളാഹുവിനെയും അവന്റെ മലക്കുകളെയും ഞങ്ങളുടെ കൺമുന്നിൽ നിർത്തി കാണിച്ചതാ, ഞങ്ങൾ വിശ്വസിക്കാം. അവര് പറഞ്ഞതാ. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിനക്കൊരു മനോഹരമായ വീടുണ്ടാകട്ടെ, അല്ലെങ്കിൽ ആകാശത്തിലേക്ക് നീ കേറുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. ആകാശത്തിലേക്ക് കയറി ഒരു കിതാബുമായിട്ട് ഞങ്ങളുടെ കൺമുന്നിൽ വന്നിറങ്ങ്, അപ്പോ ഞങ്ങൾ വിശ്വസിക്കാം.
അപ്പോ അല്ലാഹു എന്ത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ. ഇസ്ലാമിക ആദർശത്തിന്റെ ആണിക്കല്ലാണ് ഈ പറയുന്നത്. ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ. ഞാൻ ഒരു ദൈവമല്ല, ദൈവാവതാരമല്ല, ഞാൻ അത്തരത്തിലുള്ള ഒരു സിദ്ധനുമല്ല, ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്. റസൂല, അല്ലാഹു അവന്റെ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ അവൻ നിയോഗിച്ച റസൂൽ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് ആദ്യം ഞാൻ മനുഷ്യനാണെന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കണം. എന്നിട്ട് അല്ലാഹു കഴിഞ്ഞില്ല, അവർ വിശ്വസിക്കുന്നതിന് അവർക്ക് തടസ്സമായത് ഇത് ജാഅഹുൽ ഹുദാ, സന്മാർഗം വന്നപ്പോൾ, ഇല്ല അൻ ഖാലൂ അബഅസല്ലാഹു ബശറർ റസൂലാ. എന്തിനാണ് മനുഷ്യനെ അല്ലാഹു റസൂലായി അയച്ചത്? ഒരു മലക്കിനെ വിട്ടുകൂടായിരുന്നു റസൂലായിട്ട്? എന്തിനാണ് ഒരു മനുഷ്യനെ അല്ലാഹു പിന്നെ റസൂലായിട്ട് വിട്ടത്? ഇതായിരുന്നു അവരുടെ ചോദ്യം. മനുഷ്യൻ റസൂലാകാൻ പാടില്ല. അതിന് അല്ലാഹു മറുപടി പറഞ്ഞു, ഖുല്ലൗ കാന ഫിൽ അർളി മലായികത്തുൻ, ഭൂമിയിൽ കുറെ മലക്കുകളാണ് മുത്മഇന്നീന ജീവിക്കുന്നതെങ്കിൽ, ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂലാ. മലക്കുകളാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ മലക്കിനെ റസൂലായിട്ട് അയക്കാം. പക്ഷേ മനുഷ്യരാണല്ലോ ജീവിക്കുന്നത്, അപ്പൊ മനുഷ്യൻ തന്നെ റസൂലാകണം. മനുഷ്യനെ പഠിപ്പിക്കാൻ മനുഷ്യൻ തന്നെ വേണം. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം വായിക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്യണം. അതുകൊണ്ട് അത്ഭുതങ്ങളിലൂടെയും അത്തരത്തിലുള്ള പിന്നെ കറാമത്തുകളിലൂടെയും മുഅ്ജിസത്തുകളിലൂടെയും മാത്രമല്ല പ്രവാചകനെ നാം അറിയേണ്ടത്, പ്രവാചക ജീവിതത്തിലൂടെയാണ്. പ്രവാചകൻ എന്ന മനുഷ്യനെയാണ്, പ്രവാചകൻ എന്ന റസൂലിനെയാണ്. ഇതുകൊണ്ടാണ് ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്, ഞാൻ മനുഷ്യൻ മാത്രമാണ്. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ അല്ലാഹു ആണ് എന്ന് വഹി അറിയിക്കപ്പെടുന്ന, ഉത്ബോധനം നിർവഹിക്കപ്പെടുന്ന ഒരു ദൂതൻ മാത്രമാണ് ഞാനെന്ന് പ്രവാചകരെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത്, ഈ ലോകത്ത് ഇസ്ലാം ഇത്രയും 1400 വർഷങ്ങൾക്കിപ്പുറം വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നത് അത്ഭുതങ്ങൾ കാണിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ഒരു അത്ഭുതം ഇന്നും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച പിന്നെ ചന്ദ്രനെ പിളർത്തിയ സംഭവങ്ങളാകട്ടെ, അതെല്ലാം അന്ന് കഴിഞ്ഞു പോയതാണ്. പക്ഷെ ഇന്നും നിലനിൽക്കുന്ന ഒരേ ഒരു അത്ഭുതമേ ഉള്ളൂ, അത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ ഇന്നത്തെ ആധുനിക മനുഷ്യനോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. റബീഉൽ അവ്വൽ മാസത്തെ നമ്മൾ കേവലം പ്രവാചകന്റെ ജന്മദിനത്തിലേക്ക് മാത്രം ഒതുക്കി അവിടെ നിന്ന് ഒന്നും ഒരു വണ്ടി കിട്ടാതെ മേപ്പോട്ടേക്ക് ഒന്ന് ചിന്തിക്കാതെ ആലോചിക്കാതെ പ്രവാചക ജീവിതത്തെ അനാവരണം ചെയ്യാതെ കേവലം ജനനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലും മാത്രം നമ്മുടെ പഠനവും അറിവും പരിമിതപ്പെടുമ്പോൾ വായിക്കേണ്ട ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്, പഠിക്കേണ്ട ഗ്രന്ഥം ഖുർആനാണ്. ഖുർആനിനോളം അത്ഭുതമില്ല. റബീഉൽ അവ്വലിനെ അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടട്ടെ. ഞാൻ ആവർത്തിക്കുന്നു, റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമാക്കപ്പെട്ട മാസമല്ലെങ്കിലും പ്രവാചകന്റെ 3 പ്രധാനപ്പെട്ട ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങൾ അരങ്ങേറിയ ഒരു മാസം എന്ന രീതിയിൽ കുറച്ച് കൂടുതൽ അനുസ്മരിക്കാം, ചർച്ച ചെയ്യാം, പഠിക്കാം, അറിയാം എന്ന രൂപത്തിൽ കുഴപ്പമില്ല. പക്ഷെ അതാണോ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്? അല്ല, ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കുറെ അത്ഭുതങ്ങളാണ്. പ്രവാചകന്റെ ജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ വായിക്കപ്പെടുന്നില്ല. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ റബീഉൽ അവ്വൽ ഉപയോഗിക്കാറില്ല. ഫെമിനിസത്തിന്റെ നാടകങ്ങൾ വിളയാടുന്ന ഈ കാലഘട്ടത്തിൽ മീടു ക്യാമ്പയിനുകളിലൂടെ സ്ത്രീ പീഡനങ്ങളുടെ പിന്നാമ്പുറങ്ങൾ പുറത്തു വരുന്ന ഈ കാലഘട്ടത്തിൽ ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തഹി ഇലല്ലാഹ് സൂറത്തുൽ മുജാദല ഓതി കൊടുക്കാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്? റബീഉൽ അവ്വൽ പ്രവാചക ചരിത്രമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, പഠിപ്പിക്കപ്പെടുന്നതെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദങ്ങളെ പുറത്തു പറയാൻ, പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ റബീഉൽ അവ്വലുകൾക്ക്? സാധിക്കുന്നില്ല.
പ്രവാചകന്റെ മുമ്പിൽ തർക്കിച്ചു വന്ന ഒരു സ്ത്രീ. സൂറത്തുൽ മുജാദില എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾക്ക് വേണ്ടി തർക്കിച്ച പെണ്ണ് എന്നാണ് ആ സൂറത്തിന്റെ അർത്ഥം. ഏത് കാലഘട്ടത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്? പെൺകുട്ടിക്ക് ജനിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ജനിക്കാൻ മാത്രമല്ല അവകാശം, ഒരു പ്രവാചകന്റെ മുമ്പിൽ വന്ന് തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാനും അവകാശമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രത്യശാസ്ത്രം. എത്ര ഗൗരവത്തോടു കൂടിയാണ് നാം പ്രവാചകനെ വായിക്കേണ്ടത്, എന്നാൽ എത്ര നിസ്സാരമായാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംറഅത്തുൻ ഖാസമത്ത് ഉമറ, മക്കക്കാരെ മുഴുവനും ശത്രുക്കളെ മുഴുവനും ഒരു നോട്ടം കൊണ്ട് അടക്കിയിരുത്തിയ ഉമർ ഖലീഫയായപ്പോ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഉമർ ഇത് പറയരുത്, അല്ലാഹുവിന്റെ ആയത്തിനെതിരെ അവിടെ ഇരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു. ഇംറഅത്തുൻ ഖാസമത്ത് ഉമറ, ഉമറിനെ ഇരുത്തിയ പെണ്ണ് എന്ന് ചരിത്രത്തിൽ കാണാം. ഒരു സ്ത്രീ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ ശബ്ദങ്ങളെ, അവകാശങ്ങളെ സംരക്ഷിക്കുകയും എന്ന് മാത്രമല്ല, ഈ പ്രത്യശാസ്ത്രം വിജയിക്കണമെങ്കിൽ ഒരു സ്ത്രീക്ക് സൻആയിൽ നിന്ന്, ഹദ്റമൗത്തിൽ നിന്ന് മക്കയിലേക്ക് നിർഭയമായി യാത്ര ചെയ്യാൻ കഴിയും വിധമുള്ള ഒരു സുരക്ഷിതത്വം ഉണ്ടാകണം എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൗരവമായ പാഠങ്ങൾ പഠിക്കാതെ ഇപ്പോഴും കിടക്കുകയാണ്. സാവാ തടാകം പറ്റി വരണ്ടു, വിഗ്രഹങ്ങൾ നിലംപരിശായി, ഇങ്ങനെയുള്ള ചില അത്ഭുതങ്ങളിൽ മാത്രം. പ്രവാചക ചരിത്രത്തെ വേണ്ട ഗൗരവത്തിൽ വായിക്കുന്നില്ല, പറയുന്നില്ല. സവിശേഷമായി റബീഉൽ അവ്വലിൽ പോലും, റബീഉൽ അവ്വൽ ആണല്ലോ പ്രവാചക പ്രണയം പൊന്തി വരുന്ന ഒരു മാസം. ആ മാസമെങ്കിലും പിന്നെ എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ള മതങ്ങളെ പോലും തോൽപ്പിക്കും വിധം, മറ്റുള്ള സമുദായങ്ങളെ പോലും തോൽപ്പിക്കും വിധം അവർ വെള്ളത്തോരണം കെട്ടിയെങ്കിൽ ഞങ്ങൾ പച്ചത്തോരണം കെട്ടും. അവർ ഉണ്ണി യേശുവിനെ അവതരിപ്പിച്ചെങ്കിൽ ഞങ്ങൾ ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിക്കും. അവർ ലൈറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ലൈറ്റ് ചെയ്യും. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി ഈ ഉമ്മത്ത് ഇതര സമുദായങ്ങളുടെ സംസ്കാരങ്ങളെ നെഞ്ചോട് അണച്ചു പിടിക്കുന്നു. ആരെ പ്രണയിക്കാൻ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കാൻ എന്ത് വിരോധാഭാസമാണ്? അതിന്റെ അപ്പുറത്തേക്ക് നടക്കുന്ന ദുരാചാരങ്ങൾ പറയുകയും വേണ്ട. നമ്മളൊക്കെ നഗരപ്രദേശത്ത് ജീവിക്കുന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് അത്തരത്തിലുള്ള തിന്മകൾ വലിയ രൂപത്തിൽ ഈ പ്രദേശങ്ങളിൽ നടക്കുന്നില്ല. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ 12 ആകുമ്പോ കാണാം വെള്ളമടിച്ചിട്ട് തുള്ളുന്നവന്മാരെ. എന്തിനാ? പ്രവാചക പ്രണയം. ഇതൊക്കെ ആരാണ് മുഅ്മിനീങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ആരാ കൊണ്ടുവന്നത്? ഇതിനെയൊക്കെ ആരാണ് ഇവിടെ കെട്ടിവലിച്ച് ഇവിടെ ഇറക്കിയത്? വളരെ ഗൗരവത്തിൽ നാം പരിശുദ്ധ റസൂലിനെ വായിക്കണം. വളരെ ഗൗരവത്തിൽ, നിസ്സാരമാക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തതിറൂനി കമാ അതറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ക്രിസ്ത്യാനികൾ ഈസ നബിയെ അതിര് കവിഞ്ഞ് പ്രശംസിച്ചതുപോലെ എന്നെ നിങ്ങൾ അതിര് കവിഞ്ഞ് പ്രശംസിക്കരുത്. അതെന്തിനാണ്? ഒരാളെ പ്രശംസിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ പിന്തുടരപ്പെടാൻ പോകുന്നില്ല എന്നാണ്. അയാൾ പിന്നെ ദൈവമായി പ്രശംസിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചില്ലും കൂട്ടിലിട്ട് വെക്കും, ആരാധിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എന്നെ ആ രീതിയിൽ പ്രശംസിക്കരുത്. പെൺകുട്ടികൾ പ്രവാചകന്റെ മുന്നിലിരുന്ന് പാടി ഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി. പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിച്ചു വന്നപ്പോ ഒരിടത്തെത്തിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്, ഫീനാ നബിയ്യുൻ, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, യഅലമു മാ ഫീ ഗദി, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പാട്ട് അവിടെ നിർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് പ്രവാചകരെ അങ്ങ് പറയണം. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ മാത്രം. പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഉൽ അവ്വലിലാണ് കൂടുതൽ അനുസ്മരിക്കുന്നതെങ്കിൽ റബീഉൽ അവ്വലിൽ അനുസ്മരിക്കേണ്ടത് ജന്മത്തിനോട് കേന്ദ്രീകരിച്ചല്ല, ജീവിതം മുഴുവനും വായിക്കണം. ഹിജ്റ വായിക്കണം, ഹിജ്റയ്ക്ക് ശേഷമുള്ള ജീവിതം വായിക്കണം, ഹിജ്റയ്ക്ക് മുമ്പുള്ള 13 വർഷങ്ങൾ വായിക്കണം, അറിയണം. എത്ര ആളുകൾ നിങ്ങൾക്ക് റസൂലിനെ സംബന്ധിച്ച് എന്തറിയാമെന്ന് ചോദിച്ചാൽ നമ്മളിൽ പലർക്കുമുള്ള മറുപടി മക്കയിൽ ജനിച്ചു മദീനയിൽ മരിച്ചു, മക്കയിൽ ജനിച്ചു മദീനയിൽ മരിച്ചു.
ആര്? പ്രവാചകന്റെ ഉമ്മയാര്? ആമിന ബീവി. പ്രവാചകന്റെ വാപ്പയാര്? അബ്ദുള്ള. പ്രവാചകന്റെ എളാപ്പാര്, മൂത്താപ്പാര്, ഇതെല്ലാം പഠിപ്പിക്കും. പ്രവാചകന്റെ ജീവിതത്തെ പറ്റി എന്തറിയാം? പ്രവാചകന്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ച് എന്തറിയാം? അങ്ങനെ പ്രവാചക ചരിത്രം പഠിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഉമ്മത്തിലെ യുവത ഇസ്ലാം വിട്ട് പുറത്തു പോവുകയില്ലായിരുന്നു. 12 വർഷം 10 വർഷം മദ്രസ വിദ്യാഭ്യാസം നിർവഹിച്ചിട്ട് പോലും പ്രവാചക ചരിത്രത്തിന്റെ ശരിയായ മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയാത്ത വിധം ദുർബലമായ സംവിധാനങ്ങൾ. കാരണം പ്രവാചകനെ നമ്മൾ ഇപ്പോഴും ചില്ലും കൂട്ടിൽ കയറ്റാനാണ് ശ്രമിക്കുന്നത്. പ്രവാചകനെ പകർത്താനല്ല, അന്വേഷിക്കാനല്ല, അറിയാനല്ല നാം ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമാണ്. അല്ല, പോരാ. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളുമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. സത്യസന്ധമായി പരിശുദ്ധമായി ഇസ്ലാമിനെ ജീവിതത്തോട് നാം ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ അത്ഭുതമായ പരിശുദ്ധ ഖുർആൻ നമ്മളോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളോട് എന്താണ് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം നിരന്തരം വായിക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ജാമിഉ തിർമിദി എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം പ്രവാചക ജീവിതത്തിന്റെ സമാഹാരം എഴുതി രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു, ആരുടെ വീട്ടിലാണോ ഈ ജാമിഅ ഉള്ളത്, ഈ ഗ്രന്ഥമുള്ളത്, ആ വീട്ടിലുള്ളത് സംസാരിക്കുന്ന ഒരു പ്രവാചകനാണ്. സീറത്തിന്റെ ഒരു കിതാബ്, പ്രവാചക ചരിത്രത്തിന്റെ ഒരു സമാഹാരം നമ്മുടെ വീടുകളിൽ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. കുടുംബങ്ങളും ഒത്തിരുന്ന് ഒരു ദിവസം ഒരു അധ്യായമെങ്കിലും വായിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അറിവിൽ, നമ്മുടെ വിജ്ഞാനത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് റബീഉൽ അവ്വലിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ നാം പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഒരു ദിവസം ഒരു ആയത്തെങ്കിലും തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കും. ഭൗതികമായും ഉഖ്റവിയുമായുമുള്ള എല്ലാ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ പ്രവാചക പ്രേമികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകനെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുകയും ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം കൂടെ അടിവരയിട്ട് പറയുന്നു. മുസ്ലിം ഉമ്മത്തിൽ നബിദിനം ആഘോഷിക്കണമോ ആഘോഷിക്കണ്ടയോ എന്നൊക്കെയുള്ള ചർച്ച ഇത് നമ്മുടെ ഉള്ളിലെ മാത്രം ചർച്ചയാണ് എന്ന് മനസ്സിലാക്കണം. മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള ഒരു ചർച്ചയല്ല. ആരെയും കാഫിറാക്കലും മുസ്ലിമാക്കലുമല്ല, ആരോടും വിധിയെഴുതലുമല്ല. നമ്മളെല്ലാവരും നബിദിനം ആഘോഷിക്കുന്നവരാകട്ടെ, ആഘോഷിക്കാത്തവരാകട്ടെ, എതിർക്കുന്നവരാകട്ടെ, എല്ലാവരും മുസ്ലിമീങ്ങളാണ് എന്ന പാഠം നമ്മൾ ഇക്കൂട്ടത്തിൽ മനസ്സിലാക്കണം. ഇതൊരു വിരോധത്തിലേക്ക്, ഒരു ശത്രുതയിലേക്ക് അങ്ങനെ പോകാനല്ല. നമ്മൾ ആരുടെ മേലും വിധി എഴുതാനല്ല. അങ്ങനെ വിധി എഴുതാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. മുമ്പ് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ ഐക്യം നാം കാത്തു സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നമ്മൾ സാധാരണക്കാര് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഇടപെടാനേ പാടില്ല. നബിദിനം ആഘോഷിക്കണോ ആഘോഷിക്കണ്ടയോ എന്ന ചർച്ച അത്യാവശ്യം ഉസ്താദന്മാരൊക്കെ ഇഷ്ടംപോലെ അടിയുണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മളും കൂടെ പോയി തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത്തരം ചർച്ചകളിൽ നിന്ന് നമുക്ക് ബന്ധമില്ലാത്ത ഏരിയകളിൽ നമ്മൾ മാറി നിൽക്കുക. നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ നമുക്കറിയുന്ന പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ചോദിച്ചും അറിഞ്ഞും മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക. ഇത്തരത്തിലുള്ള തർക്ക വിതർക്കങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുക. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഈ തർക്ക വിതർക്കങ്ങൾ പലപ്പോഴും നമ്മൾ ഈ വിധി എഴുതലുകളിലേക്ക് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്ത് അവൻ നരകാവകാശി, ഈ അഹ്ലുസുന്നയുടെ പുറത്ത് സുന്നത്തിന്റെ ആളല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അത് വളരെ അപകടകരമാണ്. എല്ലാവരും, എല്ലാ പ്രസ്ഥാനക്കാരും, ഇസ്ലാമിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രസ്ഥാനക്കാരും നമ്മുടെ സഹോദരങ്ങളാണ്, മിനിങ്ങളാണ്. നമ്മൾ അവരെ തുടർന്ന് നമസ്കരിക്കും, അവർക്ക് കൈകൊടുക്കും, അവരോട് പുഞ്ചിരിക്കും, അവരോട് മുസാഫഹ ചെയ്യും. എല്ലാം മിനിങ്ങളാണ്. ഇത് നമ്മൾ ഈ കൂട്ടത്തിൽ റബീഉൽ അവ്വലിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിൽ ഐക്യം നിലനിർത്തി തരുമാറാകട്ടെ.